നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? അല്ല, എനിക്ക് ബിനുവിൻ്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നീ പറഞ്ഞപ്പോഴേക്കും അത് ശരിയായി. എങ്ങനെയാ നമുക്ക് കല്യാണത്തിന് ഡേറ്റ് എടുക്കണ്ടേ? ഈ കല്യാണത്തിന്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോൾ നമുക്ക് നടത്താം. അങ്ങനെ ആവട്ടെ. അങ്ങനെയാണോ? അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ചെറുതായിട്ട് അങ്ങ് നടത്തി വെച്ചാലോ? അത് പിന്നെ UKG മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ. ഇനി എങ്ങനെ കാത്തിരിക്ക? അങ്ങളെ ഇവ എൻ്റെ കൂട്ടുകാരനായതുപോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലടാ. ഇവള് +2 ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോവായിരുന്നു. എന്നിട്ട് അവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. അല്ലമ്മ, ഇവൾക്കന്ന് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അല്ല, പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ. അങ്ങളെ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ. ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ? മാന്യതയുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കൂ? ഇല്ല. അല്ല, ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, അച്ഛൻ്റെ അമ്മയുടെ. ഇതെന്താ വിളിച്ചു വരുത്തി അവമാനിക്കണം? എന്നാൽ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം. അത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത്. അങ്ങളെ, ഇവളൊരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോൻ അകത്താ. അതറിയോ? ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും. അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ 10 പൈസ ഇല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല. അങ്ങനെ ആരാന്റെ കാശ് കൊണ്ട് ജീവിക്കേണ്ട ഗതികളൊന്നും എന്റെ മോനില്ല. കല്യാണം ഉണ്ടാക്കാൻ വന്നത് അച്ഛാ നിക്ക്.